നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സി ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതാണ് ചോദ്യം. വിച്ച് വൺ ഓഫ് ദ കാർബോകാറ്റയോൺ ഫ്രം ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? അപ്പൊ GOC 1 ആണ്. കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ കാർബോകാറ്റയോൺ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് അതിന് റെസണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നുണ്ട്. രണ്ടാമത്തേതാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജും ഈ ഡബിൾ ബോണ്ടും ഈ കാണിച്ചിരിക്കുന്ന ഓക്സിജന്റെ ലോൺ പെയറുകളും റെസണൻസിലുണ്ട്. അപ്പൊ ഇവിടെയും റെസണൻസ് ഉണ്ട്. കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയ റെസണൻസ് നടക്കുന്നത് ഇവിടെയാണ്. റെഡി അല്ലേ? ഇവിടെ എവിടെ മക്കളെ? ഇതിൽ ക്രോസ് റെസണൻസ് ആണ് നടക്കുക. കാരണം ഈ കാണുന്ന പോസിറ്റീവ് ചാർജ്, ഈ ഡബിൾ ബോണ്ട്, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇവര് റെസണൻസിലാണ്. പ്ലസ് ആ ലോൺ പെയർ ഈ ഡബിൾ ബോണ്ടുമായിട്ടും റെസണൻസിലാണ്. അതുകൊണ്ട് ഇവിടെ ക്രോസ് റെസണൻസ് ആണ് നടക്കുക. റെഡി അല്ലേ? മാത്രമല്ല നാലാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫ്ലൂറിൻ ആണ് അല്ലെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നോർമലി എന്താ ചെയ്യുക? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നോർമലി കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുക. ശരിയല്ലേ? ആൻഡ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മക്കളെ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡഡ് റെസണൻസ് ഉള്ള ഒരാളെ ഇവിടെ ഉള്ളൂ. അത് മാത്രമല്ല CH3 എന്ന് പറയുന്നത് ഒരു +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് കൂടിയാണ്. ആൻഡ് +I എഫക്റ്റ് സ്റ്റെബിലിറ്റി കൂട്ടും. അപ്പൊ ഇത്രയും ഫാക്ടറുകൾ എല്ലാം വെച്ച് നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 2 ഏറ്റവും മനോഹരമായി സ്റ്റെബിലൈസേഷൻ നടക്കുക.